ഇന്നത്തെ വീഡിയോ ഒരു കാര്യമില്ല. നമ്മുടെ റോസ്റ്റ് വീഡിയോസിന് അത്യാവശ്യം നല്ല ഡിമാൻഡ് ആണ് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. സമയം കളയാനുണ്ടെങ്കിൽ മാത്രം ഈ അപരാധം കണ്ടന്റ് കണ്ടാൽ മതി. അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? നിങ്ങളൊരു ഫാമിലി ആൻഡ് കപ്പിൾ വ്ലോഗർ ആണെങ്കിൽ, നിങ്ങളൊരു പ്രസ്ഥാനം തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം. അതിനായി വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം ഫസ്മിന സക്കീർ. കൈഡി വരുമാനം നിലച്ചു. ബെറ്റിംഗ് ആപ്പിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ കിട്ടുന്ന ഒരു സാധനമായിരുന്നല്ലോ. കരച്ചിലോളി റീൽസ് ആണ് ഫസുവിന്റെ മെയിൻ ഒരു കോണ്ടന്റ് എന്ന് പറയുന്നത്. അവന്റെ മാസ്റ്റർ പീസ് ആണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. അങ്ങനെയാണ് ഇവരൊരു പുതിയ ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്നത്. അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ജിത്തു ജോസഫ് പോലും എഴുതാത്ത തരത്തിലുള്ള ഒരു കിടിലം പ്ലാൻ അങ്ങ് ഉണ്ടാക്കി. ഒരു 2 months ഡിവോഴ്സ് പ്ലാൻ. കണ്ടവന്റെ വീട്ടിലെ തൊട്ടിത്തരം കാണാൻ നിൽക്കുന്ന ആളുകൾ നോട്ടീസ് ചെയ്യും. അവരെന്നാലും എന്താ ഇങ്ങനെ അൺഫോളോ ചെയ്തത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരും. ഇനി അവരടിച്ച് പിരിഞ്ഞോ? കമന്റ് സെക്ഷനിൽ കമന്റ്സ് വന്നു, ഇൻബോക്സിലും കമന്റ്സ് വന്നു. നിങ്ങൾ പിരിഞ്ഞാന്ന് ചോദിച്ച് ആളുകൾ വന്നു തുടങ്ങി. 2 മാസമായിട്ട് രണ്ടുപേരും ഇതിനെപ്പറ്റി കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അജാതി മാസ്റ്റർ പ്ലാൻ ആണ്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്തുടെ വേല ഇറക്കരുത്. ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് അന്നേരം ഇതിന്റെ ഫുൾ വീഡിയോ ഒന്ന് കാണാം. എന്താ കാര്യം ഒന്ന് അറിയാലോ. എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. കുറെ കാണുന്ന ആൾക്കാരുണ്ട്, കുറെ ഇഷ്ടംപോലെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ചോദിക്കുമ്പോൾ പറയണം എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആൻഡ് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യം, ലല്ലുമായിട്ട് എന്തായി? ലല്ലുമായിട്ട് പിരിഞ്ഞോ? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും കൂടെ അൺഫോളോ ചെയ്ത് വഴക്കായി, ബ്ലോക്കായി, അടി ഇടി ബഹളം, ഓഫ് സീൻ? അപ്പൊ കേട്ടല്ലോ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആളുകൾ ഊഹിച്ചു വെച്ചേക്കുന്നത്. 2 മാസം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ആൾക്കാരുടെ തലമണ്ടയിൽ കയറ്റി കൊടുക്കാൻ ഫസ്മിനിക്ക് സാധിച്ചു. ബിസിനസ് ട്രിക്കാണേ. എന്തിനു വേണ്ടി എന്നൊരു ചോദ്യമുണ്ട്. അതിന്റെ മറുപടി ഇപ്പൊ പറയും കേട്ടോ. മുഖഭാവം ശ്രദ്ധിച്ചോണം കേട്ടോ. ഭാവങ്ങളൊക്കെ മിന്നി മറയും. കരി വരെ തേച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ പിരിഞ്ഞോന്നുള്ള ചോദ്യത്തിൽ ഞങ്ങൾ പിരിഞ്ഞ്, ഞങ്ങൾ തമ്മിലിപ്പോ ഒരുമിച്ചല്ല. പിന്നെ പോരാ, അഭിനയം അങ്ങോട്ട് പോരാ, കുറച്ചും കൂടെ ഭാവമാരി വിതറ്. ആക്ടിങ് സിനിമയല്ല. ചിരി വരുന്നുണ്ടോ? ചിരി വരുന്നുണ്ടോ തോന്നുന്നു. അഭിനയത്തിന്റെ ഇടയിൽ ചിരി വരുന്നു. സെന്റിമെന്റൽ ആയിട്ട് പറയുമ്പോൾ ചിരിക്കുന്നത് ശരിയാണോ ഫസ്മിന? പിന്നെ നാണക്കെടുത്തി. റിലേഷൻ നോക്കുന്നുണ്ടോ, വേറെ കല്യാണം കഴിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നല്ല ആളെ കണ്ട നമ്മള് കല്യാണം വന്നല്ലോ. അബദ്ധം പറ്റിയല്ലേ? നമ്മളെ പറ്റിച്ചു ഗൈസ്. നമ്മള് ചമ്മിപ്പോയി. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ.